പരിശുദ്ധ റമളാൻ മാസത്തിന്റെ നേരെ തൊട്ടു മുമ്പത്തെ മാസമാണ് ശഅബാൻ. ആ ശഅബാൻ മാസത്തിന്റെ തൊട്ടു മുമ്പത്തെ മാസമാണ് റജബ്. ആ റജബ് മാസത്തിൽ നഫീസ ബീവി റളിയല്ലാഹു അൻഹ രോഗബാധിതയായി. ഉമ്മമാരെ, എങ്ങനെയെങ്കിലും മരിച്ചാൽ പറ്റൂല, മഹദിമാര് മരിച്ചതുപോലെ മരിക്കണേ. ആ മഹദി റജബ് മാസത്തിൽ രോഗബാധിതയായി. ആ രോഗം ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ശഅബാൻ മാസമായപ്പോൾ രോഗം വർദ്ധിച്ചു. പിന്നെ പരിശുദ്ധ റമളാൻ മാസം നോമ്പിന്റെ മാസമാണ്. ആ റമളാൻ മാസമായപ്പോഴേക്ക് രോഗം ഒരൽപ്പം കൂടി വർദ്ധിച്ചു. അപ്പോഴാണ് പലരും വന്നിട്ട് മഹദിയോട് പറഞ്ഞു, നമുക്ക് ഡോക്ടറെ സമീപിക്കാം. അങ്ങനെ വൈദ്യരെ സമീപിച്ചു. ആ വൈദ്യൻ മഹദിയോട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം മാറണമെങ്കിൽ നോമ്പ് മുറിക്കണേ. ആ സമയത്തുമ്മമാരെ, ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്ക് നോമ്പ് മുറിക്കുന്ന ഉമ്മമാരില്ലയോ? ഒരു ചെറിയ പ്രയാസമുണ്ടാകുമ്പോഴേക്ക് നോമ്പ് കൈവിടുന്ന സഹോദരിമാരില്ലയോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ പരിശുദ്ധ റമളാൻ മാസമായപ്പോ രോഗമങ്ങ് വർദ്ധിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു, രോഗം ശിഫയാകണമെങ്കിൽ നോമ്പ് മുറിക്കണേ. ആ സമയത്ത് ഫഖാലത്ത്, മഹദി പറഞ്ഞ മറുപടി എന്താണ്? വാഅജബാ, ഓ ഡോക്ടർമാരെ, വൈദ്യന്മാരെ, നോമ്പ് മുറിക്കാനാണോ എന്നോട് പറയുന്നത്? എന്തൊരത്ഭുതമാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്നലി 30 സനാ, 30 വർഷങ്ങളോളമായി ഞാൻ അല്ലാഹുവിനോടൊരു കാര്യം ചോദിക്കുകയാണ്. ആ ചോദ്യം 30 വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസവും പോലും മുടങ്ങിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് 30 വർഷങ്ങളോളമായി ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നത് എന്താണെന്നറിയാമോ? പടച്ച റബ്ബേ, അയ്യതവഫനി വഅന സായിമാ, അല്ലാഹുവേ, എന്റെ റൂഹിനെ നീ പിടിക്കണേ. ഏതു രൂപത്തിലാണ്? ഞാനൊരു നോമ്പുള്ളവളായിരിക്കെ എന്റെ റൂഹിനെ പിടിക്കണമെന്നാണ്. ഞാനൊരു നോമ്പുള്ളവളായിരിക്കെ എന്നെ മരിപ്പിക്കണമെന്നാണ്. 30 വർഷങ്ങളായി ഞാൻ ഇതിങ്ങനെ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു നോമ്പിനെ മുറിക്കാനാണോ എന്നോട് പറയുന്നത്? എന്നിട്ട് മഹദി എന്തു ചെയ്തു? അതാ സ്വന്തം ഫഹഫറത് ലഹാ ഖബ്റഹാ ബിനഫ്സിഹാ, സ്വന്തം കൈകൊണ്ടൊരു ഖബറ് കുഴിച്ചു. ആ സ്വന്തം കൈകൊണ്ടൊരു ഖബറ് കുഴിച്ചു എന്ന് മാത്രമല്ല, ആ കുഴിച്ച ഖബറിൽ എന്നും പോയി കിടക്കുകയാണ്. ആ ഖബറിൽ പോയി ഇരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയാമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാനുള്ള ഖബറാണല്ലോ. അങ്ങനെ തനിക്ക് വേണ്ടി കുഴിച്ച ഖബറിന്റെ ഉള്ളിൽ 190ഓളം ഖത്ം ഖുർആൻ ഓതി തീർത്തല്ലോ. ചോദിക്കട്ടെ ഉമ്മമാരെ, നിങ്ങളെ ജീവിതത്തിൽ എത്ര ഖത്ം നിങ്ങൾ ഓതി തീർത്തു? അവകാശവാദം ഉന്നയിക്കാൻ വകുപ്പുണ്ടോ? ഞാൻ തരക്കേടില്ല എന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? വാലെത്ര പറയുന്നു, എത്ര വാല് കേൾക്കുന്നു, മനസ്സ് തീരെ നന്നാകുന്നില്ല. ഒരു ദിവസം ഒരു കടലാസെങ്കിലും ഖുർആൻ ഓതാൻ മനസ്സ് കാണിക്കുന്ന എത്ര ചെറുപ്പക്കാരാ എന്റെ സദസ്സിലുള്ളത്? എത്ര ആളുകളാ എന്റെ സദസ്സിലുള്ളത്? ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഒരു കടലാസെങ്കിലും ഖുർആൻ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എത്ര ചെറുപ്പക്കാർക്കാണ് പറയാൻ കഴിയുന്നത്? വാദിനൊരു കുറവുമില്ല. വാദ് ഉഷാറായി പറയുന്നു, വാദ് ജോറായി സംഘടിപ്പിക്കുന്നു, വാദ് ജോറായി കേൾക്കുന്നു. പക്ഷേ ഖുർആനോത്ത് തീരെയില്ല. അതേ സമയം വാട്സപ്പിനോ സമയം തികയുന്നില്ല.
എപ്പ നോക്കിയാലും വാട്സപ്പിൽ തന്നെയാണ്, എപ്പ നോക്കിയാലും ഫേസ്ബുക്കിൽ തന്നെയാണ്. വാട്സപ്പിൽ വരുന്ന മെസ്സേജിന്റെ ഒരു ചെറിയ ട്യൂണങ്ങ് കേൾക്കുമ്പോഴേക്ക് ആരെ മെസ്സേജാണ്, എന്ത് മെസ്സേജാണ് എന്ന് ചിന്തിച്ചത് വായിക്കാൻ ധൃതി കാണിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു കടലാസെങ്കിലും ഖുർആനോദാൻ എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ ഞാനും നീയുമൊക്കെ എന്ത് മുസ്ലിമാണ് ചെറുപ്പക്കാരേ? നഫീസ ബീവി റളിയല്ലാഹു അൻഹാ തനിക്ക് വേണ്ടി കൊഴിച്ച ഖബറിൽ ഇരുന്ന് 190ഓളം ഖത്മോദി തീർത്തെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അത്ര ഖത്മോദി തീർത്തോ ഉമ്മമാരെ? വളരെ ഗൗരവത്തിൽ ഇതെടുക്കേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് നോക്കൂ, മഹദി അവരുകളതാ മരിക്കുന്നത് എങ്ങനെയാണ്? ആ ഖബറിൽ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം, ആ സൂറത്തുൽ അൻആമിലെ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അതാ നല്ല നല്ല ആളുകൾക്ക് അല്ലാഹുവിന്റെ അരികിൽ രക്ഷയുടെ ഭവനമായ സ്വർഗമുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം, ആ സൂറത്തിലെ ഈ ആയത്തിന്റെ അടുത്തെത്തിയപ്പോ തുവഫിയത്ത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായല്ലോ. ഈ സദസ്സിൽ എത്ര ഉമ്മമാരുണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടോ? നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ആ രൂപത്തിലാണ് മഹദി അങ്ങ് വഫാത്താകുന്നത്. അല്ലാഹു മഹദിയുടെ ബർക്കത്തുണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. മഹദിയുടെ ബർക്കത്തുണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്തിനാ അറിയോ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ഖബർ കുഴിച്ചത്? ഉമ്മമാരെ, നഫീസ ബീവി ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ടി ഒന്ന് പറയാനുണ്ട്. എന്തിനാ ഖബർ കുഴിച്ചതെന്ന് അറിയോ? ആ ഖബർ കുഴിച്ച ഖബറിൽ ഇരുന്നാലേ മരണത്തെ ഓർക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചപ്പോൾ സ്വന്തത്തിനൊരു ഖബർ കുഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ഇത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ മാത്രം ചെയ്തതാണോ? അല്ല, പുരുഷന്മാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ അതാ ഹഫറ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഖബറൻ ദാഖില ബൈതിഹി, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ. നമ്മളെ കൂട്ടത്തിൽ എത്ര ആളെ വീട്ടിന്റെ ഉള്ളിൽ ഖബറുണ്ട്? വീട്ടിന്റെ ഉള്ളിൽ ഖബറുണ്ടോ? ഇല്ല. വീട്ടിന്റെ മുറ്റത്ത് ഖബറുണ്ടെങ്കിൽ തന്നെ പേടിയാ. റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കണം നിങ്ങൾ. മഹാനവരുകളുടെ ചരിത്രം ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം കിതാബിൽ. ഹഫറ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഖബറൻ ദാഖില ബൈതിഹി, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഉള്ളതുപോലെയായാൽ അതാ നസല ഫീ ഖബറിഹി, സ്വന്തം വീട്ടിൽ കുഴിച്ച ഖബറുണ്ടല്ലോ, ആ ഖബറിലേക്ക് മഹാനവരുകൾ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. വഇദാ മാ റആ ളുൽമത്തൽ ഖബരി വവഅശതഹു സാഹ, ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഖബറിൽ അങ്ങ് കിടന്നപ്പോൾ ആ ഖബറിലെ ഇരുട്ടും ഖബറിലെ ഏകാന്തതയും മനസ്സിലാക്കിയപ്പോ ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു നിലവിളിക്കുകയാണ്, അട്ടഹാസിക്കുകയാണ്. എന്താണ് മഹാനവരുകൾ പറയുന്നത്? റബ്ബിർജിഉനി, എന്റെ റബ്ബേ എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കി തരണേ അല്ലാ. യാഥാർത്ഥ്യത്തിൽ ഖബറിൽ കിടക്കാനുള്ളതിനൊരു പ്രാക്ടീസ് ആണത്.
മഹാനവരുകൾ നിലവിളിച്ചുകൊണ്ട് പറയാണ്, റബ്ബിർജിഉനി, റബ്ബേ എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കിത്തരണേ അല്ലാ. ഫയസ്മഉഹു അഹ്ലുഹു, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ഒരു ഖബർ കുഴിച്ച് ആ കുഴിച്ച ഖബറിൽ ഇരുന്ന് കിടന്ന് മഹാനവരുകൾ ഇങ്ങനെ പറയുന്ന ശബ്ദം വീട്ടിലുള്ള ഭാര്യ കേൾക്കുന്നു, വീട്ടുകാർ കേൾക്കുന്നു. അവരെല്ലാം കേട്ടപ്പോ ഫയഫ്തഹൂന ലഹു, വേഗം വന്നിട്ട് ആ ഖബർ മൂടിയതിനെ വീട്ടുകാർ തുറക്കുകയാണ്. നോക്കുമ്പോ വീട്ടുകാരനായ റബീഉ ഇബ്നു ഖൈസും തങ്ങളാണ്. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞത് കണ്ടോ, വഫീ ലൈലത്തിൻ, ഒരു രാത്രി സമയത്ത് നസല ഖബറഹു, ഭാര്യ ഉറങ്ങുകയാണ്, വീട്ടുകാർ ഉറങ്ങുകയാണ്. റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു രാത്രി ആയപ്പോൾ അതാ സ്വന്തം വീട്ടിൽ മരണത്തെ ഓർമ്മിപ്പിക്കാനായി കുഴിച്ച ഖബറിലങ്ങ് ഇറങ്ങിപ്പോയി. ആ ഖബറിനെ മൂടാനുള്ളൊരു മൂടിയുണ്ടല്ലോ, ആ മൂടി കൊണ്ട് ഖബറിനെ മൂടി വെച്ചുപോയി. ആ ഖബറിന്റെ ഉള്ളിലെ ഇരുട്ട് കണ്ടപ്പോൾ, ആ ഖബറിലെ ഏകാന്തത എങ്ങ് മനസ്സിലാക്കിയപ്പോ നാദാ, വീണ്ടും അതാ ഖബറിൽ കിടന്ന് വിളിക്കുകയാണ്, റബ്ബിർജിഉനി, എന്റെ റബ്ബേ എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കിത്തരുമോ. ഫലം യസ്മഅ ലഹു അഹദുൻ, ഒരാളും ആ വിളി കേട്ടില്ല. രാത്രി സമയമല്ലേ, വീട്ടിലുള്ളവരെല്ലാരും ഉറങ്ങുകയാണ്. മഹാനവരുകളുടെ ശബ്ദം ഒരാളും കേട്ടില്ല. വബഅദ വഖ്തിൻ ത്വീലിൻ, കുറേ നേരമങ്ങ് കഴിഞ്ഞപ്പോ സമിഅതുഹു സൗജതുഹു, മഹാനവരുകളുടെ ഭാര്യ റബീഉ ഇബ്നു ഖൈസും തങ്ങൾ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഫഅസ്റഅത് ഇലൈഹി, നേരെ ആ ഖബറിന്റെ അടുത്തേക്ക് ഭാര്യ പോയി. വഅഖ്റജതുഹു, ഭർത്താവ് ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഭർത്താവിനെ കൈപിടിച്ച് മേലോട്ട് കൊണ്ടുവരുന്നു. ഫഖാല ഇൻദ ഖുറൂജിഹി, സ്വന്തത്തിന് വേണ്ടി കുഴിച്ച ഖബറിൽ പ്രാക്ടീസിന് വേണ്ടി കിടക്കുകയല്ലേ, ആ ഖബറിൽ നിന്ന് മേലോട്ട് പുറത്തേക്ക് വരുമ്പോ റബീഉ ഇബ്നു ഖൈസും തങ്ങള് സ്വന്തം ശരീരത്തോട് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഇഅ്മൽ യാ റബീ ഖബല അൻ തഖൂല റബ്ബിർജിഉനി. യഥാർത്ഥത്തിൽ ഖബറിൽ കിടക്കാനുണ്ടല്ലോ, ആ യാഥാർത്ഥ്യമുള്ള ഖബറിൽ കിടന്നപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഓരോരുത്തരും പറയും, റബ്ബിർജിഉനി, റബ്ബേ എന്നെയൊന്ന് ദുനിയാവിലേക്ക് മടക്കിത്തരുമോ, ഞാൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേക്കും എന്ന് യാഥാർത്ഥ്യത്തിൽ ഖബറിൽ കിടക്കുന്ന സമയത്ത് പറയുമല്ലോ. ആ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോളൂ എന്ന് സ്വന്തം ശരീരത്തോട് റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു പറയുകയാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, മരണത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ വരെ ഖബർ കുഴിച്ച് പ്രാക്ടീസ് ചെയ്ത മഹാന്മാരാണ് കേട്ടോ. അല്ലാഹു തആല ധാരാളം മരണത്തെ ഓർക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം മരണത്തെ ഓർക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. മരണത്തിന് നല്ല അടയാളങ്ങളുണ്ട്, ചീത്തയായ അടയാളങ്ങളുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ആർക്കാ നല്ല അടയാളം വേണ്ടത്? ഒന്ന് കൈവക്ക്. ബിസ്മില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്കാ ചീത്ത അടയാളം വേണ്ടത്? ഇല്ല, ആരുമില്ല. അങ്ങനെ നോക്കിയാ പറ്റൂല. അതനുസരിച്ച് ജീവിതം പാകപ്പെടുത്തണം. അതാ അങ്ങനെ നോക്കിയത് കൊണ്ടല്ല ഇല്ല. നല്ല മരണം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതം പാകപ്പെടുത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ചില അടയാളങ്ങളുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മയ്യത്തിൽ ആ അടയാളം കണ്ടാൽ അത് നല്ല മയ്യത്താണ് എന്ന് നിങ്ങൾ വിലയിരുത്തൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മയ്യത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റുന്നത് നിങ്ങൾ കണ്ടാൽ, ഒരാള് നാട്ടിൽ മരിച്ചു എന്നൊരു വിവരം കിട്ടി, എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്നൊരു വിവരം കിട്ടി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കാണ്. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ട് കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണ്. എന്തേ മരിക്കുന്ന സമയത്ത് കണ്ണുനീര് വരാനുണ്ടായ കാരണോ? തൗബ ചെയ്തുകൊണ്ട് മരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം ആ സമയത്ത് ഓർക്കുകയാണ്. പടച്ച റബ്ബിനെ കാണാൻ ഞാൻ പോവുകയാണല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തു പോയി എന്ന ചിന്ത ഇങ്ങനെ മനസ്സിൽ വരുമ്പോ മരിക്കാൻ കിടക്കുന്നയാളെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റുകയാണ്, കരയുന്നു. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരാൾ കരയുന്നതായി നിങ്ങൾ കണ്ടാൽ, അങ്ങനെ ഒരു മയ്യത്ത് കരഞ്ഞ രൂപത്തിൽ കണ്ടാൽ അത് നല്ല മയ്യത്താണ് കേട്ടോ. ഇനി നല്ല വേറെ ഒരു അടയാളം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ചില ആളുകൾ മരിക്കുമ്പോൾ നെറ്റിത്തടം നല്ലവണ്ണം വിയർത്തിരിക്കൂ. ഇപ്പൊ ഞാനിവിടെ പറയുമ്പോ എന്റെ നെറ്റിത്തടം വിയർക്കാം, അത് കാരണം നല്ല ചൂടെടുത്തിട്ടാണ്. അതേ സമയത്ത് ഇപ്പൊ നെറ്റിത്തടം ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ വാതിൽ ഇങ്ങനെ പറയുമ്പോ മെല്ലെ ഇങ്ങനെ തൊട്ടു നോക്കും, ഇപ്പൊ വേർത്തിട്ടുണ്ടോ? ഇപ്പൊ വേർത്തിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്ത് മരിച്ചാൽ അത് നല്ല മരണമാണ് കേട്ടോ. എന്തേ കാരണം? പേടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഒന്ന് ഓർത്തുപോയി. ഞാൻ ഈ ചെയ്ത പാപങ്ങൾ അല്ലാഹുവിനെ കാണേണ്ടതില്ലയോ? ഈ പാപങ്ങളുമായിട്ടല്ലേ ഞാൻ എൻ്റെ റബ്ബിനെ കാണാനിരിക്കുന്നത് എന്ന ചിന്ത വരുമ്പോൾ, ആ പ്രയാസം ഉൾക്കൊള്ളുമ്പോഴേക്ക് നെറ്റിത്തടം വിയർത്തുപോയി. ആ രൂപത്തിലുള്ള മരണം നല്ല മരണമാണ്. അല്ലാഹുവേ, ഈ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ കിട്ടി മരിക്കാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും നീ കനിഞ്ഞേകണേ അല്ലാഹ്. നല്ല മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചീത്തയായ മരണത്തിന്റെ അടയാളവും പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങള് പറഞ്ഞില്ലേ, ഏതൊരാൾക്കും സക്കറാത്തിന്റെ വേദനയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തൊട്ടടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ ആയിഷ ഉമ്മ. സുബ്ഹാനല്ലാഹ്. ഇന്ന ഫളല ആയിഷ അലാ സായിരിൻ നിസായി കഫളലിസ് സരീദ്. മറ്റു സ്ത്രീകളെക്കാളും എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ മഹത്വം എത്രയാണെന്നറിയാമോ? ഭക്ഷണങ്ങളുടെ കൂട്ടത്തില് സരീദ് എന്നൊരു ഭക്ഷണമുണ്ട്. അതായത് പത്തിരും റൊട്ടിയും ചാറും കറിയുമെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു വിഭവം. അതിന് നല്ല ടേസ്റ്റ് ആണല്ലോ. പലയിടത്തും നേർച്ചക്ക് കിട്ടുന്ന വിഭവമാണല്ലോ. മറ്റു ഭക്ഷണങ്ങളെക്കാളും അതിന് നല്ല രുചിയല്ലേ? ഇതുപോലെയാണ് മറ്റു സ്ത്രീകളെക്കാളും എന്റെ പ്രിയപ്പെട്ട ആയിഷക്കുള്ള മഹത്വം കേട്ടോ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അങ്ങനെയാണ് ഹബീബിന്റെ ഖബർ ശരീഫ് അവിടെ വന്നത്. ആയിഷ ബീവിയുടെ മാറിടത്തേക്ക് തലവെച്ചിട്ടിരിക്കുന്ന സമയത്താണ് ലോക നേതാവ് ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ,
ആയിഷ ബീവി പറഞ്ഞില്ലേ, ഇന്ന മിൻ നിഅമില്ലാഹി തആല അലയ്യ, അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? എന്റെ മാരടുത്ത് തലവെച്ചിട്ടാണ് എന്റെ ഭർത്താവും ലോക നേതാവുമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് കേട്ടോ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തപ്പോ അതാ എന്നോട് പറഞ്ഞു, വെള്ളം നിറഞ്ഞിട്ടുള്ളൊരു പാത്രം കൊണ്ടുവരണേ ആയിഷ, ഒരു പാത്രം കൊണ്ടുവരണം, ആ പാത്രത്തിൽ വെള്ളമുണ്ടാകണം. അങ്ങനെ വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവരണം. അങ്ങനെ ഞാൻ വെള്ളമുള്ള ഒരു പാത്രം ഹബീബായ തങ്ങളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പാത്രത്തിൽ അങ്ങ് കൈയിട്ടു. നല്ല വെള്ളമാണ്. നനഞ്ഞ കയ്യങ്ങെടുത്ത് ഹബീബായ തങ്ങള് അവിടത്തെ മുഖമങ്ങ് തടവിയിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. ചോദിക്കട്ടെ, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്ന നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് വഫാത്താകുന്ന സമയത്ത് നേതാവിനുള്ള അനുഭവം ഇതാണെങ്കിൽ നമ്മെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, സക്കറാത്തിന്റെ സമയത്ത് ഏതൊരാൾക്കും ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം ഓവറായി പോകരുത്, അപകടമാണ്. സക്കറാത്തിന്റെ ശബ്ദം ഓവറായി പോകരുത്, അപകടമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ചില ആളുകൾ ചില ശബ്ദമുണ്ടാക്കുമ്പോ മരിക്കുന്ന സമയത്ത് ഏത് ശബ്ദമാണ്? അതിനൊരു ഉദാഹരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ജീവനുള്ള ഒരു ഒട്ടകം, ആ ജീവനുള്ള ഒട്ടകത്തിന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്ത്, ജീവനുള്ള ഒട്ടകത്തെയല്ലേ കഴുത്ത് മുറുക്കുന്നത്, അങ്ങനെ ജീവനുള്ള ഒട്ടകത്തെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്ത് ആ ഒട്ടകമുണ്ടാക്കുന്ന ഒരു ശബ്ദമില്ലയോ, അത് വല്ലാത്തൊരു ശബ്ദമായിരിക്കും. അത്രയും ഭയാനകരമായ ഒരു ശബ്ദം സക്കറാത്തിന്റെ സമയത്ത് ഒരു മനുഷ്യനിൽ നിന്നുണ്ടായാൽ അത് ചീത്തയായ മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹുവേ, നമ്മെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, നമ്മെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഇത് പറഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തൊരു ചീത്തയായ അടയാളം പറയുകയാണ്. വഖമദ ലൗനുഹു, ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ളവരായിരിക്കും. എപ്പോ നോക്കിയാലും അവരെ മുഖത്ത് നല്ല ചിരിയായിരിക്കും, അവരെ കാണുമ്പോ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ മരിച്ച് മയ്യിത്തായി കിടക്കുന്ന സമയത്ത് വഖമദ ലൗനുഹു, വർണ്ണമങ്ങ് മാറിപ്പോയി, മുഖം വാടിപ്പോയി, വിവർണമായി പോയി. അങ്ങനെ മയ്യത്തിന്റെ നിറം മാറിപ്പോയാൽ അപകടമാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് മൂന്നാമത്തൊരു ചീത്തയായ അടയാളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചില ആളുകൾ മരിക്കുന്ന സമയത്ത് ചുണ്ടില്ലയോ, ഈ ചുണ്ടിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിലൂടെ അപസ്മാര രോഗികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അപസ്മാര രോഗികളുടെ ചുണ്ടിന്റെ ഭാഗത്തു കൂടെ നര പുറത്ത് വരുന്നത് പോലെ, ദ്രാവകം പുറത്ത് വരുന്നത് പോലെ, ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചുണ്ടിന്റെ ഭാഗത്തു കൂടെ ദ്രാവകം പുറത്തു വന്നാൽ അത് ചീത്തയായ മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എന്നാ അറിയോ നിങ്ങൾക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ?
ആ സക്കറാത്തിന് വല്ലാത്ത വേദനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽപ്പെട്ട ഓരോ അവയവങ്ങളും പരസ്പരം സലാം പറയാണ്. അസ്സലാമു അലൈക്, അസ്സലാമു അലൈക്. ഈ കൈ ഈ കൈയിനോട് സലാം പറയാ, ഈ കാല് മറ്റേ കാലിനോട് സലാം പറയാ, കണ്ണ് മൂക്കിന് സലാം പറയാ, മൂക്ക് കണ്ണിന് സലാം പറയാ, നാവ് താടി എല്ലിനോട് സലാം പറയാ. ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മറ്റൊരു അവയവത്തോട് സലാം പറയാണ്. എന്താണ് അർത്ഥം? അസ്സലാമു അലൈക്കും, ഞാൻ വിട്ടുപിരിയുന്നു. ഒരു കൈ മറ്റേ കൈയിന് സലാം പറയാണ്, ഞാൻ വിട്ടുപിരിയുകയാണ്. നമുക്കിനി അവിടെ വെച്ച് കാണാം, പരലോകത്ത് വെച്ച് കാണാം. സക്കറാത്തിന്റെ സമയത്ത് പരസ്പരം അവയവങ്ങൾ സലാം പറയുന്നു. എന്നാൽ ആ സക്കറാത്തിന്റെ വേദന എത്രയാണ്? അതൊരു ചെറിയ വേദനയല്ലല്ലോ. ഒരാൾ മരിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വേദന എത്രയാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതൊരു ചെറിയ വേദനയല്ല. അതുകൊണ്ടാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം തന്റെ അണികളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അയ്യുഹവ്വിനല്ലാഹു അലയ്യ സകറാത്തിൽ മൗത്ത്, എന്റെ മരണവേദന അല്ലാഹു എളുപ്പമാക്കി തരാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബിയുല്ലാഹി ഈസാ. ഈസാ നബി അലൈഹിസ്സലാം അണികളോട് പറയാറുണ്ടായിരുന്നു, ഈസ നബിയായ എന്റെ മരണവേദന എളുപ്പത്തിലായി കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ നമ്മളെ കാര്യം എന്താ? പോരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സക്കറാത്തിന്റെ വേദനയുടെ ഗൗരവം പറയുകയാണ്. സക്കറാത്തിന്റെ വേദന എത്രയാണ്? വല്ലദീ നഫ്സി ബിയദിഹി ലമുആയനതു മലക്കിൽ മൗതി അശദ്ദു മിൻ അൽഫി ദർബത്തിൻ ബിസ്സൈഫ്. ഒരു വാളങ്ങെടുത്ത് 1000 തവണ വെട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദനയില്ലേ? ഒരാള് വാളെടുത്തിട്ട് ശരീരത്തെ 1000 തവണ വെട്ടി. ഒരു തവണയല്ല, 2 തവണങ്ങളല്ല, 1000 തവണങ്ങൾ വെട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയാണ്? അതിനേക്കാളും എത്രയോ കൂടുതൽ വേദനയാണ് സക്കറാത്തിന്റെ വേദന. ഇത് ഒന്ന്. ഇങ്ങനെ സക്കറാത്തിന്റെ വേദന ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ മരണവേദനയൊന്ന് എളുപ്പമായി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടിക്കണ്ടല്ലേ? എന്താ ചായ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ മനുഷ്യന്മാരെ, ഞാൻ ഇത്ര നേരം സംസാരിക്കാണ്, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയില്ല. നിങ്ങൾക്ക് ഈ ചായ കിട്ടുമ്പോ അപ്പെങ്കിലും ഒരു ആമീൻ പറഞ്ഞുകൂടെ? അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ചായ മാത്രല്ല, കണ്ടില്ലേ, ബിസ്ക്കറ്റും കൂടിയാണ്. അപ്പൊ അള്ളാഹു ധാരാളം ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് ചായ തരുന്നവൻ ആരുമില്ല. വേണ്ട, ഞാൻ തമാശ പറഞ്ഞ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒന്നും കുടിക്കാറില്ല, ഒന്നും തിന്നാറുമില്ല. ഒക്കെ പ്രസംഗം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ചായം കുടിച്ചോളൂ, ബിസ്ക്കറ്റും കഴിച്ചോളൂ, കുഴപ്പമില്ല. മരണവേദനയൊന്ന് എളുപ്പത്തിലായി കിട്ടണം എന്ന് ആഗ്രഹമുള്ള കൈബുക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉമ്മമാർക്ക് ആഗ്രഹം ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ, അവരെ നമ്മളിപ്പോ കാണുന്നില്ലല്ലോ. എല്ലാവർക്കും ആഗ്രഹം വേണം, മരണവേദനയൊന്ന് എളുപ്പമായി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്താ വഴി? ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യോ? ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, മരണവേദന എളുപ്പത്തിലായി കിട്ടാൻ. ചെയ്യോ? എന്നാ ചെയ്യുന്നോ കൈബൊക്കെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴും ചില ആളുകൾ പറയും, നമ്മളതൊന്നും ചെയ്യില്ല, എളുപ്പത്തിലായി കിട്ടണം, അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊന്നും കിട്ടൂല. ചെയ്യോ? ഈ ബാക്കിൽ ഇരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കണല്ലോ, നല്ല സദസ്സല്ലേ. എന്നോട് പറഞ്ഞു, ചിലപ്പോ ആണുങ്ങൾ കുറവാണെങ്കിലും പെണ്ണുങ്ങൾ കൂടുതലുണ്ടാവുന്നു. പക്ഷെ ആണുങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ബാക്കിലുള്ളവരെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഒന്ന് ഉറക്കെ ചൊല്ലിയാൽ മതി, ഒന്ന് ഉറക്കെ പറയാ.
ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെന്നാൽ ചെയ്യോ? ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് മരണവേദന കുറഞ്ഞു കിട്ടാനുള്ള ചില സൽക്കർമ്മങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വഴി കേട്ടോ, മരിക്കുന്ന സമയത്ത് മരണവേദന കുറഞ്ഞു കിട്ടണോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, കിസ്വത്തുൽ മുഅ്മിനീൻ, പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണോ? വേറെ ഒരാളുടെ നഗ്നത മറക്കണോ? അപ്പൊ പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ, നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് നിങ്ങളെ വകയിൽ ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കുകയാണ്, വസ്ത്രം വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി കുപ്പായം വാങ്ങിക്കൊടുത്താൽ, വസ്ത്രം വാങ്ങിക്കൊടുത്താൽ, ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരുടെ മരണവേദന കുറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നറിയ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ടൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാട്ടിലുണ്ടാവുമല്ലോ, പാവങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ എന്താക്കുക, എല്ലാരും പരസ്പരം ഒരു കുപ്പായം അങ്ങ് വാങ്ങിക്കൊടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തൊരു വഴി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സിയാമു ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കണേ. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മോമിനീങ്ങളാണോ, ആ മോമിനീങ്ങളുടെ മരണവേദന എളുപ്പത്തിലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തൊരു വഴി കേട്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തൊരു വഴി ഏതാണെന്നറിയാമോ? ഖിറാഅത്തു സൂറത്തി തൗഹീദ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തു തൗഹീദ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കിയാൽ അയാൾ മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പത്തിലാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചെയ്യോ? എന്നാ ഒരു തവണ ഇവിടെ തന്നെ നമുക്ക് ചൊല്ലാം, തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ഇന്നത്തേതായി, ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് നാളത്തത്, മറ്റന്നാള്, അതിന്റെ പിറ്റേ ദിവസം എന്നും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എന്നും പാരായണം ചെയ്യുന്ന ആണാണോ പെണ്ണാണോ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പത്തിലാകും കേട്ടോ. ഇനി അടുത്ത റൂട്ട് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിറാഅത്തു ആയത്തിൽ കുർസി. ഖുർആനിൽ ഒരു സൂറത്തിന്റെ ഭാഗമല്ലേ ആയത്തുൽ കുർസി? എല്ലാവർക്കും പരിചയമുള്ള സൂറത്തല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ സൂറ, എന്ന് തുടങ്ങുന്ന ഭാഗം എന്ന ഭാഗമുണ്ടല്ലോ, അത് എന്നും ഒരു മനുഷ്യൻ ഏത് സമയത്തായാലും സാരമില്ല, ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എന്നും ആയത്തുൽ കുർസി ഓതുന്ന ഉമ്മമാരുണ്ടോ, സഹോദരിമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മയ്യിത്ത് എളുപ്പത്തിലാണ്, മരണവേദന എളുപ്പമായി കിട്ടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ഒരു വഴിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അടുത്തൊരു വഴിയും കൂടി പറയാണ്, പറഞ്ഞിരട്ടെ. ഇതിപ്പോ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയതാ.
കാരണം എന്താ? ഒരു പാവപ്പെട്ടവൻ ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കുക ഒന്ന്. രണ്ടാമത്തത് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാ. പിന്നൊന്ന് പറഞ്ഞെന്താ? വേറൊന്ന് പറഞ്ഞെന്താ? ആയത്തുൽ കുർസി ഓതാ. ഇതൊക്കെ നമുക്ക് അങ്ങനെ ആക്കിയാൽ മതി അല്ലേ? കുപ്പായം ഒന്നിങ്ങനെ വാങ്ങിക്കൊടുത്താൽ മതി. ഇനി അടുത്ത വഴിയുണ്ട്. അത് മനസ്സ് ക്ലിയർ ഉള്ളവനെ കൊണ്ടേ കഴിയൂ, അല്ലാത്തവന് കഴിയില്ല. എന്താണ് ആ വഴി എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സിലത്തുർ റഹിമി, കുടുംബ ബന്ധം ചാർക്കണേ, കുടുംബ ബന്ധം ഭദ്രമാക്കണേ. കുടുംബത്തോട് പിണങ്ങി നിൽക്കാതെ കുടുംബങ്ങളോട് നല്ല ലോക്യത്തിലുള്ളവനാണോ? ഇടക്കിടക്ക് കുടുംബക്കാരെ ഒന്ന് സമീപിക്കാൻ പോകുന്നു, അവർക്കൊരു അസ്സലാമു അലൈക്കും പറയുന്നു, അവരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരാളോടും പിണങ്ങാതെ എല്ലാ കുടുംബങ്ങളോടും നല്ല യോജിപ്പിലാണോ, നല്ല ലോക്യത്തിലാണോ? അത്തരക്കാര് മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പമായി കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ചില ആളുകളില്ലേ, പറയാതിരിക്കാൻ കഴിയില്ല. നിസ്കാരത്തിൽ വലിയ ഉഷാറാണ്, ഖുർആൻ ഓതുന്നതിന് വലിയ ഉഷാറാണ്, വഅദ് പറയുന്നതിന് വലിയ ഉഷാറാണ്, വഅദ് കേൾക്കുന്നതിന് വലിയ ഉഷാറാണ്. പക്ഷേ സ്വന്തം അമ്മാവനോട് വലിയ പിണക്കത്തിലാണ്, സ്വന്തം അമ്മോശനോട് പിണക്കത്തിലാണ്, സ്വന്തം അളിയനോട് വലിയ പിണക്കത്തിലാണ്, സ്വന്തം ജേട്ടനോട് വലിയ പിണക്കത്തിലാണ്. ആ മനുഷ്യൻ മരിച്ചാൽ അവന്റെ മയ്യിത്ത് കാണാൻ പോലും ഞാൻ പോകൂല എന്ന് അഹങ്കാരത്തോടെ പറയുന്ന ചില ആഖിറം മറന്നു കളയുന്ന ജനങ്ങളില്ലയോ? അവർക്ക് മരണവേദന എളുപ്പത്തിലാകാൻ വകുപ്പില്ല കേട്ടോ. മരണവേദന എളുപ്പത്തിലായി കിട്ടാനുള്ള നല്ല മറ്റൊരു പോംവഴിയാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, സിലത്തുർ റഹിമി. കുടുംബ ബന്ധം പുലർത്തുന്നവരാണോ മരണവേദന എളുപ്പത്തിലാകും കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ്, മരണവേദന എളുപ്പത്തിലായി കിട്ടാൻ മറ്റൊരു വഴി ഏതാണെന്നറിയാമോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്ത മനുഷ്യന്, മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കൾക്ക് മരണവേദന എളുപ്പത്തിലായി കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ഉമ്മാനെ അടിക്കുന്ന മക്കളില്ലേ, ബാപ്പാന്റെ അടുത്തേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന, ബാപ്പാന്റെ മഹത്വം അറിയാത്ത മക്കളില്ലേ, പറഞ്ഞോട്ടെ, ഉമ്മാനെ ധിക്കരിച്ചുകൊണ്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണില്ലേ, പെണ്ണേ, നീയും ഒരു ഉമ്മയാകുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ മകൾ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടുമ്പോഴാണ് നീ ഒളിച്ചോടിയ സമയത്ത് നിന്റെ ഉമ്മാന്റെ മനസ്സിന് എത്ര വേദനയുണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത് കേട്ടോ. ഓ മക്കളെ, നീയും നിങ്ങളും പിതാക്കന്മാരാകുന്നൊരു കാലം വരാനിരിക്കുകയാണ്. അന്ന് നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് നേരെ കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന കാലം വരുമ്പോ അപ്പോഴാണ് നിങ്ങളെ ഉപ്പമാരിലേക്ക് നിങ്ങൾ കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് കേട്ടോ. ഖബറിൽ സ്വസ്ഥമായി കിടക്കണമെങ്കിലും ഉമ്മാന്റെ പൊരുത്തം വേണം കേട്ടോ, ഉപ്പാന്റെ പൊരുത്തം വേണം കേട്ടോ. ഉമ്മാന്റെ പൊരുത്തം കിട്ടാതെ ഖബറിൽ കിടന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം ഞാൻ കിതാബുകളിൽ ഉള്ളതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇമാമിങ്ങൾ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. ഒരു ഖബറാളിയായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്നും അസ്റിന്റെ സമയമാകുമ്പോൾ, ശരിക്കും കേൾക്കണേ, എന്നും അസ്റിന് ശേഷമാകുമ്പോ ആ ചെറുപ്പക്കാരൻ അതാ സ്വന്തം ഖബറിന്റെ പുറത്തേക്ക് തലയെ പുറത്തേക്ക് ഇടുകയാണ്. ആ മനുഷ്യന്റെ തലയാണെങ്കിലോ റഅസുൽ ഹിമാർ, ആ മനുഷ്യന്റെ തല
കഴുതയുടെ തലയാണ്. വജസദുഹു ജസദുൽ ഇൻസാൻ, ആ മനുഷ്യന്റെ ശരീരമാണെങ്കിലോ ഒരു മനുഷ്യന്റെ ശരീരമാണ്. റഅസുഹു റഅസുൽ ഹിമാർ, തലയാണെങ്കിലോ കഴുതയുടെ തലയാണ്. എന്നും അസ്റിന് ശേഷം ഈ ഖബറിൽ നിന്ന് തലയെയും ശരീരത്തെയും പുറത്തേക്ക് കാണിക്കുകയാണ്. എന്നിട്ട് കഴുത ശബ്ദിക്കുന്ന ശബ്ദമില്ലയോ, ആ ശബ്ദം പോലെ ഈ ചെറുപ്പക്കാരൻ ശബ്ദിക്കുകയാണ്. കഴുത ശബ്ദിക്കുന്ന ശബ്ദമുണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്തായ ഖബറാളിയായ ചെറുപ്പക്കാരന്റെ ഉമ്മ ആ ഖബറിന്റെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്. ആ ഖബറിന്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോ അടുത്തു കൂടെ പോകുന്നവരൊക്കെ ഈ ദൃശ്യം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തേ ഈ ഖബറാളിയുടെ ഖബറിൽ നിന്ന് ഒരു കഴുതയുടെ ശബ്ദം പുറത്തേക്ക് വരാനുണ്ടായ കാരണോ? ആ ഉമ്മ മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നറിയാമോ? ഓ നാട്ടുകാരെ, ഈ മകനൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? അതാ എന്നും ഈ മകൻ മദ്യപിച്ച് വീട്ടിലേക്ക് വരികയാണ്. മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്റെ മകനെ ഉപദേശിക്കാറുണ്ട്, മോനെ നീ മദ്യപിക്കല്ലടാ, കള്ളു കുടിക്കല്ലടാ, മദ്യപാനിയാകല്ലടാ. എന്റെ മകനെ പലപ്പോഴും ഞാൻ ഉപദേശിക്കുമ്പോ എന്റെ ഉപദേശം കേൾക്കില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും എന്നോട് എന്റെ മകൻ പറഞ്ഞ മറുപടി, എന്തിനാ ഉമ്മ നീ കഴുത ഒച്ച വെക്കുന്നത് പോലെ വെച്ച വെക്കുന്നത്, കഴുത ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കുന്നത് എന്നൊരു വാക്ക് പലപ്പോഴും എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അല്ലാഹ് തിരിച്ചങ്ങ് കൊടുത്തതാണ്. അസ്ർ കഴിഞ്ഞാൽ എന്നും ഖബറിൽ നിന്ന് പുറത്തേക്ക് കാണിക്കുകയാണ്. തല കഴുതയുടെ തലയാണ്, ശരീരം മനുഷ്യന്റെ ശരീരമാണ്. കഴുതയെ പോലെ ശബ്ദിക്കുന്നു. കണ്ടില്ലേ ചെറുപ്പക്കാരെ, ചിലപ്പോൾ നമ്മുടെ ഉമ്മമാര് നമ്മുടെ നന്മക്ക് വേണ്ടി നമ്മെ ഉപദേശിച്ചു എന്ന് വരും. ആ സമയത്ത് അങ്ങോട്ട് തിരിച്ചു ഒരു ഉത്തരവും കൊടുക്കാൻ പാടില്ല, ഒരു മറുപടിയും കൊടുക്കാൻ പാടില്ല. എന്തേ കാരണം? നമ്മെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവര് നമ്മുടെ ഉമ്മമാര് തന്നെ, ഉപ്പമാര് തന്നെ. മറ്റുള്ളവരെക്കാളൊക്കെ നമ്മെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരവരല്ലയോ? അവർ നമ്മെ ഉപദേശിക്കേണ്ടവർ തന്നെയല്ലയോ? അവരുടെ ഉപദേശത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? അവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്തല്ല. ഒരു ദിവസം അവർ മരണപ്പെട്ടു, അവർ ഖബറിൽ കിടക്കുന്ന സമയത്ത് നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഉമ്മ ഇല്ലാതെയാകുമ്പോ, നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ബാപ്പ ഇല്ലാതെയാകുമ്പോ, അപ്പോഴാണ് നിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉപദേശത്തിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണവേദന എളുപ്പത്തിലായി കിട്ടാനുള്ള മറ്റൊരു പോംവഴിയാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ അറിയുമോ സുഹൃത്തുക്കളെ, മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് വല്ലാത്ത ദാഹമാണ് കേട്ടോ. ഏതുവരെ ദാഹമുണ്ടാകും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വലൗ സുഖിയ ബിഹാറു ദുനിയാ, ദുനിയാവിൽ എത്ര സമുദ്രങ്ങളുണ്ടോ കടലുകളുണ്ടോ, ആ കടലിൽ നിന്നുള്ള മുഴുവൻ വെള്ളം കുടിപ്പിച്ചാലും ദാഹം തീരൂല. കടലിന്റെ വെള്ളം കുടിപ്പിച്ചാൽ ദാഹം തീരൂല എന്ന് ഉറപ്പല്ലേ? ഉപ്പുവെള്ളല്ലേ? ഉപ്പുവെള്ളം കുടിച്ചാൽ ദാഹം കൂടന്നല്ലേ ചെയ്യാ? പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം? അത്രയും വിശാലമുള്ള കടലുകളിൽ ശുദ്ധമായ ജലം ഉണ്ടെന്ന് സങ്കല്പിക്കുക, ശുദ്ധമായ വെള്ളം. ആ വെള്ളം മുഴുവനും കുടിക്കാൻ തന്നാൽ പോലും ദാഹം മാറൂല. അത്രയും ശക്തമായ ദാഹമുള്ള നേരമാണത്.
പടച്ച റബ്ബേ, ഇത് പറയുമ്പോഴേക്ക് ഹൃദയം പടയുകയാണ്. അറിയാതെ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. ഈ പാവങ്ങളായ ഞങ്ങൾ നിന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ദാഹമൊന്ന് തീർത്തു തരണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആ ദാഹം പറഞ്ഞില്ലേ, ദുനിയാവിലുള്ള മുഴുവൻ കടലിലുള്ള വെള്ളത്തിന് പകരം ശുദ്ധജലം സങ്കൽപ്പിച്ച് ആ വെള്ളം കുടിക്കാൻ തന്നു. അങ്ങനെ കുടിച്ചാൽ പോലും ദാഹം തീരൂല. അത്രയും ശക്തമായ ദാഹമുണ്ടല്ലോ. എന്നാൽ ഈ പറഞ്ഞ ദാഹം ആർക്കാണെന്നറിയാമോ? ഒരു വിഭാഗം ആളുകൾക്കാണ് കേട്ടോ. ആരാണ് അവരെന്നറിയാമോ? ജീവിതത്തിൽ അതാ വമൻ തഹാമന ബിസ്വലാ, നിസ്കാരത്തിന്റെ കാര്യം ചെറുതായി കാണുന്ന ഉമ്മമാരില്ലയോ? നിസ്കാരത്തിന്റെ കാര്യം ചെറുതായി കാണുന്ന ചെറുപ്പക്കാരില്ലയോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇത്രയും നല്ല മനോഹരമായ പള്ളി നമ്മുടെ നാട്ടിലില്ലയോ? ആ പള്ളിയിൽ സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരി സദസ്സിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മടി കാണിക്കുന്നവനാണോ? രാത്രി വളരെ വൈകിട്ട് പോയി കിടന്നുറങ്ങുന്നു. സുബഹിക്ക് കൃത്യമായി എണീറ്റുണർന്ന് നിസ്കരിക്കുന്നില്ല. ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യമായും നിസ്കരിക്കാറുണ്ട്. അതേ സമയത്ത് അത്യാവശ്യത്തിനാണെങ്കിൽ പോലും അങ്ങാടിയിൽ ഇറങ്ങിയാൽ, അങ്ങാടിയിലൂടെ കറങ്ങാൻ പോയാൽ അന്നത്തെ ളുഹർ നിസ്കാരം ഖളായില്ലേ ഉമ്മമാരെ? നാട്ടിലുള്ളൊരു കല്യാണ ചടങ്ങിൽ പോയാൽ ആ കല്യാണത്തിന്റെ തിരക്ക് കാരണം അന്നത്തെ ളുഹർ നിസ്കാരം ഖളായില്ലയോ? അസ്ർ നിസ്കാരം ഖളായില്ലയോ? എന്നാൽ ജീവിതത്തിൽ നിസ്കാരം ഖളാ ആക്കിയ പുരുഷന്മാരില്ലേ, സ്ത്രീകളില്ലേ, മരിക്കുന്ന സമയത്ത് അല്ലാഹ് അവരെ ശിക്ഷിക്കുന്ന രൂപമാണത്. എങ്ങനെയാണെന്നറിയാമോ? ഒന്ന് യകൂനു ദലീലാ, അവൻ വളരെ നിന്ദ്യനായി തീരൂ, വളരെ നിസ്സാരമുള്ളവനായി തീരൂ. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ അവൻ യമൂതു ജാഇആ, നല്ല വിശപ്പുള്ളവനായി മരിക്കും കേട്ടോ. മൂന്നാമത്തത് പറയാണ് യമൂതു അത്ഷാനാ, നല്ല ദാഹമുള്ളവനായി മരിക്കുകയാണ്. ഏതുവരെയെന്നറിയാമോ? ദുനിയാവിലെ കടലിന് തുല്യമായ ശുദ്ധജലം കൊണ്ടുവന്ന് കുടിപ്പിച്ചാലും ദാഹം തീരൂല. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരവും മുടക്കണ്ട, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ ആ സമയത്ത് വെള്ളം തരാൻ വരും. ഞാൻ നിർത്താൻ പോവാ. 10:30 മണിയായി. ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോഴേക്ക് ദുആയും കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ആമീൻ പറയാത്ത? അതിനെങ്കിലും ഒരു ആമീൻ പറഞ്ഞുകൂടെ? വേഗം നിർത്തുന്നല്ല എൻ്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ട, അപ്പൊ വേഗം നിർത്തണമെന്നായി. നിർത്തും. എനിക്ക് നാളെ കോഴിക്കോട്ടിൽ വേദറുണ്ടേ. നിങ്ങൾക്ക് നാളെ വേദയില്ലല്ലോ? എനിക്ക് നാളെ വേദുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് നല്ല ദാഹമുള്ള സമയത്ത് വെള്ളം തരാൻ വരും സാക്ഷാൽ ഇബ്ലീസ്. ശരി, ഈ നാട്ടുകാരനാ? എന്താ ഒന്നും മിണ്ടാത്ത? ഇബ്ലീസ് അങ്ങനെ പറയാനുണ്ട്. ഇബ്ലീസ് ഉറക്കെ പറ ചങ്ങായിമാരെ, പേടിയാ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവേ, ആ ശർറിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാഹ്. ആ ശർറിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. എന്നാൽ അറിയുമോ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശർറ് ആരുടേതാണ്? ഇബ്ലീസിൻ്റെതാണ്, ശൈത്താന്റെ ശല്യമാണ്. എങ്ങനെ അറിയോ? നമുക്ക് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അല്ല, ശരിയാ, അല്ല ദുനിയാവിലല്ലല്ലോ. ദുനിയാവിലുള്ള നിന്റെ വീട്ടിൽ നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ മോനെ? ഉമ്മാനോട്.
പിന്നെ ആരോട്? ഉപ്പ. സുബ്ഹാന ജല്ല ജലാ. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം തോന്നാം. കാരണം ഞാൻ ഉമ്മല്ലല്ലോ, ഞാൻ ഉപ്പല്ലേ. എൻ്റെ കുട്ടിയോട് ഞാൻ ചോദിച്ചാലും ഇങ്ങനെ ഉമ്മ എന്ന് പറയട്ടെ പറഞ്ഞാലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും, ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ ഉമ്മയും ഉപ്പയും. അങ്ങനെ മറുപടി വരണം. ഉമ്മ പിന്നെ ഉപ്പ എന്നല്ല. ആരോട് ഏറ്റവും കൂടുതൽ സ്നേഹം? രണ്ടാളോടാണ്, ഉമ്മയോടും ഉപ്പയോടും. അല്ലെങ്കിൽ നമുക്കിത് സഹിക്കാൻ പറ്റൂലേ. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. രണ്ടാളോടും ഒരുപോലെ സ്നേഹം. ഈ ചില ഉപ്പമാരൊക്കെ ഉണ്ട്, മോനെ നിനക്ക് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? അപ്പൊ കുട്ടി പറയും ഉപ്പാനോടാന്നറിയും. എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ ഉപ്പാനോടാന്നറിയും. ഉമ്മ വിളിച്ചിട്ട് ഉമ്മ എന്തെങ്കിലും കൊടുത്താൽ ഉമ്മ ചോദിക്കും മോനെ നിനക്ക് ആരോടാ സ്നേഹം? ഉമ്മാനോടാന്നറിയും. അങ്ങനെ പറയിപ്പിക്കരുത്. ഉമ്മയും ഉപ്പയും രണ്ടുപേരും പറയിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ഉമ്മയോടും ഉപ്പയോടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഇബ്ലീസാണ് മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശർറ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് വരുന്നു. ആ മനുഷ്യന്റെ വലതു ഭാഗത്ത് വന്നിരിക്കുന്നു. വലതു ഭാഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ബാപ്പാന്റെ രൂപത്തിലാണ്. ബാപ്പയല്ല, ഇബ്ലീസാണ് വരുന്നത്. ബാപ്പാന്റെ രൂപത്തിലാണ്, ഉപ്പാന്റെ രൂപത്തിലാണ്. നോക്കുമ്പോൾ ഉപ്പയാണെന്ന് തോന്നിപ്പോകും. ആ ഇബ്ലീസ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറയാണ്, മോനെ അന അബൂക്, ഞാൻ നിന്റെ പിതാവാണെടാ, ഞാൻ നിന്റെ ബാപ്പയാ. മോനെ ഞാൻ മരിച്ചത് നസ്രാനിയായിട്ടാണ്, ഞാൻ മുസ്ലിമായിട്ട് മരിച്ചതല്ല, ഞാൻ മരിച്ചത് നസ്രാനിയായിട്ടാണ്. ഏറ്റവും നല്ല മതം നസ്രാനി മതമാണ്. അതുകൊണ്ട് മോനെ നസ്രാനിയായി മരിക്കടാ. പിന്നീട് ഒരല്പനേരം കഴിഞ്ഞതിന് ശേഷം ഇബ്ലീസ് ഇടത് ഭാഗത്ത് വന്നിരിക്കുകയാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഉമ്മാന്റെ കോലത്തിലാ വരുന്നത്. മോനെ അന ഉമ്മുക, ഞാൻ നിന്റെ ഉമ്മയാണെടാ, ഞാൻ നിന്റെ ഉമ്മയാണ്, നിന്നെ പോറ്റി വളർത്തിയ ഉമ്മയാണെടാ. എന്റെ മുലപ്പാല്, എന്റെ സ്തനങ്ങൾ നിനക്ക് പാത്രമായിരുന്നില്ലടാ, എന്റെ തൊടഭാഗം നിനക്ക് കിടക്കയായിരുന്നില്ലടാ. ഞാൻ മരിച്ചിരുന്നത് യഹൂദിയായിട്ടാണെടാ. യഹൂദി മതം നല്ല മതമാണ്. അതുകൊണ്ട് മോനെ നീ ജൂതനായി മരിക്കണേ. ഈ രൂപത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മാതാപിതാക്കളുടെ രൂപത്തിൽ വന്ന് മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാന് വലിച്ചെടുക്കാൻ ഇബ്ലീസ് ശ്രമിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ ശക്തമായ ദാഹം അനുഭവിക്കുന്ന സമയത്ത് ആ ദാഹം ഇല്ലാതെയാക്കി കളയാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരുന്നു. ആരാണ്? സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ സമയത്ത് ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വെള്ളം വാങ്ങി കുടിക്കൂല. ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് പലരും വെള്ളം വാങ്ങി കുടിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കൂല. മറിച്ച് അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നതാരാണ്? സ്വർഗത്തെ കാക്കുന്ന മലക്കില്ലയോ, മലക്ക് റിളുവാൻ അലൈഹിസ്സലാം. ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാം ശുർബത്തുൽ മാഇ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള പാനീയവുമായി വരികയാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് നീ ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചാൽ നിനക്ക് ആ വെള്ളമില്ല.
ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വെള്ളം വാങ്ങി കുടിക്കൂല. ആ സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കുന്നത് ആരാണ്? സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്ക് റിസ്വാൻ. മലക്ക് റിസ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്നുള്ള പാനീയം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ വിഭാഗം ആരാണെന്നറിയാമോ? ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യണം. കുറെ കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഒന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒറ്റ കാര്യം ചെയ്യോ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ പാടില്ല എന്ന ആഗ്രഹമുള്ള കൈപോക്ക്. 1-2 അപ്പോഴും ഉണ്ട്. അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇല്ല, ഒരാൾക്കും ഉണ്ടാവില്ല. ചിലപ്പോ കൈപൊക്കുന്നത് എന്തിനാ ഈ കൈപൊക്കേണ്ട ആവശ്യം ഉസ്താദേന്ന് ചിന്തിക്കും. ഇല്ല, കൈപൊക്കുന്ന ബറക്കത്ത് കൊണ്ട് ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സദസ്സിൽ കൈപൊക്കാതിരിക്കാൻ പാടില്ല. ഒരു ചെറിയ പണിയല്ലേ, അങ്ങനെ ആക്കിയാൽ പോരെ. അല്ലാഹ് നമുക്ക് ആഫിയത്ത് തന്നിട്ടില്ലപ്പാ. അല്ലാഹ് നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ആ ആഫിയത്ത് തരാനുള്ള കാരണം തന്നെ ഇതാ. ഇതുപോലെ ഇൽമിന്റെ സദസ്സിൽ ആവേശം കാണിക്കാനാ. അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ജീവിതത്തിൽ ഒരു കാര്യം എന്നും പതിവാക്കിയാൽ, ഉമ്മമാരെ കേൾക്കണേ, സഹോദരിമാരെ ഉൾക്കൊള്ളണേ, ജീവിതത്തിൽ എന്നും ഒരു കാര്യം പതിവാക്കിയാൽ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആ മനുഷ്യൻ ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കൂല. 1. രണ്ടാമത്തത് സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് സ്വർഗ്ഗത്തിലെ പാനീയം വാങ്ങി കുടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാണ് ആ മനുഷ്യൻ? ജീവിതത്തിൽ ഒരു സൂറത്ത് എന്നും പതിവാക്കുന്നവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ സൂറത്തു യാസീൻ സൂറത്ത് എന്നും ഓതുന്ന ഉപ്പയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? ഉമ്മയുണ്ടോ? സഹോദരിയുണ്ടോ? അവർക്ക് ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കേണ്ട ആവശ്യം വരില്ല. മരണസമയത്ത് സ്വർഗ്ഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ട് വന്നു കൊടുക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പുരുഷന്മാരെ, സഹോദരിമാരെ, ഇന്ന് മുതൽ അങ്ങ് തുടങ്ങിക്കോ. എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഓതാൻ പറ്റിയ ദിവസമാണോ? ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ആ ദിവസങ്ങളിൽ യാസീൻ സൂറത്ത് കൈവിട്ടുകൂടാ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഇത് മയ്യിത്ത് പരിപാലന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.